നമസ്കാരം. അങ്ങനെ തമിഴ്നാട് കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ബ്രഹ്മാണ്ഡമായ സിനിമ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ ഈ സിനിമയ്ക്ക് വന്നു, പക്ഷെ അതൊക്കെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഇതേപോലെ സിനിമയ്ക്ക് ഒരുപാട് ഡീഗ്രേഡുകൾ നടന്നപ്പോൾ ഞാൻ ഒരുപാട് തിയേറ്ററുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്തു. ആ ഒരു വിസിറ്റിങ്ങിൽ നമ്മൾ ഇതേപോലെ ബ്രൂഫിൽസിൽ സിനിമാ തിയേറ്റർ ഉണ്ട് കോയമ്പത്തൂർ. അപ്പോൾ അവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഇങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ കോയമ്പത്തൂർ വന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ ബ്രൂഫിൽസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ, അതായത് ഒരു മാളാണത്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫുട്പാത്തിൽ, അതായത് ഞാൻ ട്രെയിൻ വന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ തിയേറ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കയറിയിട്ട് എമ്പുരാൻ സിനിമ എത്ര ഷോ കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. പിന്നെ തമിഴ്നാട്ടിൽ, അതായത് തമിഴ്നാട് മീൻസ് കോയമ്പത്തൂർ തന്നെ ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമാ തിയേറ്ററുകൾ ഈ സിനിമ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രൂഫിൽസിൽ ഈ സിനിമ കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, എത്ര ഷോയാണ് കളിക്കുന്നത് എന്നുള്ള ഒരു വിശേഷം. പിന്നെ സിനിമയുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും നമുക്ക് ഇന്ന് എടുക്കാൻ കഴിയില്ല, കാരണം എത്ര മണിക്കാണ് ടൈം എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ പടം എത്ര ദിവസമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് വരാനുള്ളൊരു സമയമായിരിക്കുകയാണ്. ആ ഒരു സിനിമയ്ക്കൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല സിനിമകൾക്ക് നമ്മളെപ്പോഴും സപ്പോർട്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. പിന്നെ ഏതൊക്കെ തിയേറ്ററിലാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പറ്റുന്ന തിയേറ്ററുകളിലേക്കൊക്കെ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രൂഫിൽസിൻ്റെ ഉള്ളിൽ പോയിട്ട് മറ്റു വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് PVRൻ്റെ ഡിസ്പ്ലേ. എമ്പുരാൻ ലൂസിഫർ 2 മലയാളം 11:10 AM, 2:55 PM, 6:40 PM, 10:40 PM. പിന്നെ തമിഴിൽ കളിക്കേണ്ട എമ്പുരാൻ 3:15 9:40 കേട്ടോ. അങ്ങനെ എമ്പുരാൻ PVR സിനിമാസിൽ മലയാളവും തമിഴും കളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ PVR എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൂഫിൽസിലെ സിനിമാ തിയേറ്ററിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് സ്ക്രീനുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇതാണ് PVR സിനിമാ തിയേറ്ററിൻ്റെ റിസപ്ഷൻ. അവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുക, ബോക്സ് ഓഫീസ്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമേ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. ഇതവിടെ ഇരിക്കാനുള്ള റെസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ PVRൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. അതായത് PVRൻ്റെ ടോപ്പിൽ മീൻസ് ഈ മാളുടെ ടോപ്പിൽ 5th ഫ്ലോറായിട്ടാണ് ഞാൻ ഏകദേശം എണ്ണിപ്പോൾ എനിക്ക് മനസ്സിലായത്. 5th ഫ്ലോറിലാണ് സിനിമാ തിയേറ്റർ ഉള്ളത്. ഒരുപാട് സ്ക്രീനുകളുണ്ട്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 2ാം വാരത്തിൽ കടന്നപ്പോഴും 4 ഷോകൾ കളിക്കുന്നുണ്ട് മലയാളത്തിൽ. പിന്നെ തമിഴിൽ 2 ഷോ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു വിജയം തന്നെയാണ്. കാരണം പ്രത്യേകിച്ചൊരു തമിഴ് നാട്ടിൽ ഒരു മലയാളം സിനിമ കളിക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ ഇത്രയും ദിവസം കളിച്ചിട്ടും ഇപ്പോഴും കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ വന്നിട്ട് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് അറിയിക്കുക കേട്ടോ, എങ്ങനെയുണ്ട് ഈ തിയേറ്റർ എന്നുള്ളതൊക്കെ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയും കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ്.